ഹായ്, എൻ്റെ പേര് പ്രമീള. ഞാൻ 2023 ജൂലൈ ബാച്ചിലെ MA സൈക്കോളജി സ്റ്റുഡൻ്റാണ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഒരു ഫീഡ്ബാക്ക് ഇതിനെക്കുറിച്ച്, ലേൺ വൈസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് ഞാൻ എൻട്രി ആയതെന്നും എൻ്റെ ഒരു മോട്ടീവ് എന്താണ്, ഈ ഒരു കോഴ്സ് എടുക്കാനുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വോയിസ് ഇടാൻ പറഞ്ഞതുകൊണ്ടാണ് അതിനാണ് ഞാനിപ്പോൾ ഈ വോയിസിൽ വന്നിട്ടുള്ളത്. അർഷന മാമാണ് എൻ്റെ മെൻറ്റർ. സോ ഷീ ഈസ് വെരി ഹെൽപ്പിംഗ് പേഴ്സണാലിറ്റി. അറ്റ് എനി ടൈം ഐ ക്യാൻ കോൾ ഹെർ. എപ്പോഴായാലും എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും വളരെ തന്മയത്വത്തോടെയും വളരെ ശാന്തമായിട്ട് പേഷ്യൻസോട് കൂടി തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു മെൻറ്ററാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലേൺ വൈസിൻ്റെ അതായത് നമുക്കൊരു പേഴ്സണൽ മെൻറ്ററെ തരികയും എല്ലാം ഗ്രൂപ്പിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുകയും നോട്ടും കാര്യങ്ങളും എല്ലാം, അതായത് ഒരു ഇഗ്നോ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴാണ് നമ്മൾക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ ചെയ്യുന്നത്. സോ നമുക്കൊരു കമ്മ്യൂണിക്കേഷനും പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് നമുക്കൊരു കമ്മ്യൂണിക്കേഷനുള്ളൂ. അതർവൈസ് ഇതെന്താണ്, ഇതെങ്ങനെ പഠിക്കുന്ന ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ലേൺ വൈസിൻ്റെ ഇത് റെക്കോർഡഡ് ക്ലാസ് ആയാലും ലൈവ് ക്ലാസ് ആയാലും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെൻറ്റർ നമ്മളെ എപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പല ബിസിയിലും മാമിൻ്റെ കോളൊന്നും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കൈവയ്ക്കുമ്പോൾ കുറേ ഡൗട്ട്സ് വരുമ്പോൾ ഞാൻ അങ്ങനെ വോയിസ് ഇടും. അപ്പോൾ എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ MA B.Ed ഇംഗ്ലീഷ്, ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. സോ ഞാനൊരു ടീച്ചിങ് ഫീൽഡ് 8 years വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ട്രെയിനിങ് ഫീൽഡിലേക്ക് മാറി. പിന്നെ ഞാനൊരു ആങ്കറാണ്, പബ്ലിക് പെർഫോമറാണ്, മോട്ടിവേഷൻ സ്പീക്കറൊക്കെയാണ്. അപ്പം എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ട്രെയിനിങ് ഫീൽഡായാലും ടീച്ചിങ് ഒക്കെ ആയാലും നമുക്കൊരു കാലം കഴിയുമ്പോൾ നമുക്കൊരു റിട്ടയർ ലൈഫ് വരുന്ന സമയത്തും ഭയങ്കര ആക്റ്റീവായിരിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉള്ള ആളാണ്. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. പ്ലാനിങ് മീൻസ് ആഗ്രഹം. സോ എനിക്ക് ഈ കമ്മ്യൂണിക്കേഷനാണ് എൻ്റെ ഒരു സ്കില്ലെന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതും ഒരു ഇഫക്റ്റീവ്ലി കൺവേഡ് ആണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജസ് എന്ന് എനിക്ക് പലപ്പോഴും ഫീഡ്ബാക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മുടെ വരുന്ന ഒരു ആഫ്റ്റർ റിട്ടയർമെൻറ്റോ അല്ലെങ്കിലും എനിക്കൊരു കൗൺസിലിംഗ് പോലെയോ ഇത് പഠിച്ചതിൽ നിന്ന് നമുക്ക് ക്ലാസ്സുകൾ പോലെയൊക്കെ കോളേജസോ സ്കൂൾസിലൊക്കെ പോയിട്ട് നമുക്ക് ക്ലാസ്സുകൾ കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. പക്ഷേ ഞാനിതങ്ങനെ അധികമായിട്ടൊന്നും ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലെങ്കിൽ തന്നെയും ഒരു ഐഡിയ ഇല്ലാത്ത ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ലേൺ വൈസ് എനിക്ക് നല്ല ഇത് തരും. നമ്മൾക്ക് അതിനുള്ള ടൈമില്ലാത്തതിൻ്റെ ഒരു ഇതാണ്. വെരി ഇൻറ്റൻഷനലി ഒരു പോസിറ്റീവ് ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ്. അത്യാവശ്യം ജോലി തിരക്കുകളും ബിസിയൊക്കെ ഉണ്ട്, ഫാമിലി പ്രൊഫഷൻ ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. ശരിക്കും സമയം ശരിക്കും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പൈസയും ഇറക്കി ഇത്രയും ഇത് ചെയ്യുന്നത് ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. ഐ നീഡ് എ റിസൾട്ട് ഫ്രം ദിസ്. എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് എടുക്കുകയും വേണം. പിന്നെ എന്താണ് സൈക്കോളജി എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ചെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് മനുഷ്യരുടെ, കാരണം എൻ്റെ ട്രെയിനിങ് ആയാലും ഞാൻ ടീച്ചിങ്ങിലായിരുന്നാലും മനുഷ്യരായിട്ട് ഒരുപാട് ഇമോഷണലി അല്ലെങ്കിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷനാണ്. സോ ഈ ഒരു ഇമോഷണൽ സൈഡ് വരുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന സപ്പോർട്ട് ഹെൽപ്പൊക്കെ പലപ്പോഴും വളരെ അഡൾട്ട്സ് ആയിട്ടുള്ള ആളുകൾ പോലും നമ്മളോട് ഒരു ഇത് പറയാറുണ്ട്. സോ നമ്മളതൊരു ശാസ്ത്രീയ വശം പഠിച്ചിട്ട് കുറച്ചും കൂടിയും ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കണേ. അപ്പോൾ ഞാൻ ഈ കോഴ്സ് എടുക്കുന്നതിന് വ്യക്തമായ വ്യക്തമായ ഉദ്ദേശശുദ്ധിയുണ്ട്.
അതിന് ലേൺ വൈസ് എന്ന പ്ലാറ്റ്ഫോം ഞാൻ തിരഞ്ഞെടുത്തതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തന്ന മെൻറ്റർ അർച്ചന മാമിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇപ്പോഴും ഫുള്ളായിട്ട് എനിക്ക് ഇൻവോൾവ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഇപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് ചിലതൊന്നും നമ്മൾക്ക് ഫുള്ളി ഫോക്കസ്ഡിൽ എഴുതി പോവല്ലേ. പക്ഷെ കുറച്ച് നേരമൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്കതിൽ ഭയങ്കര ഇതാണല്ലോ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു കുട്ടി വളരുന്നതിൻ്റെ ഓരോ സ്റ്റേജസ്, എന്തുകൊണ്ട് ഒരാളിങ്ങനെ ചെയ്യുന്നു, ഒരാളുടെ സൈക്കോളജി ഇങ്ങനെ വർക്ക് ചെയ്യണേ, അങ്ങനത്തെ കുറച്ച് കാര്യമൊക്കെ നമ്മളതിൽ എഴുതുന്നതിൻ്റെ ഇടയിൽ ഫുള്ള് വായിച്ച് നല്ലപോലെ നമുക്ക് സമയം അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇനി വേണം എനിക്ക് പരീക്ഷ എടുക്കാറായെങ്കിലും ശരിക്കൊന്ന് മനസ്സിരുത്തി ടൈം സ്പെൻഡ് ചെയ്യാൻ പോകണുള്ളൂ. സോ എനിക്കിത് എങ്ങനെയെങ്കിലും പഠിച്ചെടുത്ത് നല്ലൊരു കൗൺസിലർ, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ, നല്ല സപ്പോർട്ട് മനുഷ്യരിലേക്ക് നമ്മളിലുള്ളൊരു സ്കില്ലും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയതും വെച്ചിട്ട് അതിനെ പ്രൊഡക്റ്റീവ് ആക്കാനും വളരെ ഉപയോഗപ്രദമാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എൻ്റെ പ്രൊഫഷനിൽ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷെ നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. ഇപ്പം ഞാൻ മോട്ടിവേഷൻ സ്പീക്കിംഗ് കൊടുക്കാൻ സ്കൂൾസിലായാലും കോളേജിൽ പോകുന്ന സമയത്ത് അവർ പ്രിഫർ ചെയ്യാൻ നമ്മളെക്കാട്ടും കുറച്ചും കൂടി ഇതായിട്ടുള്ള ഇതുപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിലും ദേ വോണ്ട് പ്രൊവൈഡ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ലേൺ വൈസ് എങ്ങനെയോ അത് എന്നെ കോണ്ടാക്ട് ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് അത്ര പിടിയില്ല. എനിവേ എനിക്ക് ഇത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്. നെക്സ്റ്റ് ഇയറിലും ലേൺ വൈസിൻ്റെ സർവീസ് തന്നെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയേണ്ടത്, ഇത് ഹ്യൂജ് മണിയാണ് നിങ്ങളുടെ ഫീസ്. അത് അങ്ങനെയാണല്ലോ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവും. പക്ഷെ അത് ബൾക്കായിട്ട് സിംഗിൾ പേയ്മെൻ്റ് ആണെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ സർവീസ് എടുക്കാനോ, ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ഫീ അടച്ചിട്ട് സ്കിപ്പ് ചെയ്യേണ്ട വരെ അവസ്ഥ എനിക്കുണ്ടായേനെ. കാരണം ഒരു ഐഡിയയും നമുക്ക് വേറെ കിട്ടുന്നില്ല. പിന്നെ ഇത് നമുക്ക് റെഗുലർ സ്റ്റഡി പോലെയൊന്നുമല്ലല്ലോ. സോ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നിങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളതിന് ഭയങ്കര താങ്ക്ഫുള്ളാണ്. അതുകൊണ്ട് മാത്രമാണ് ലേൺ വൈസ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട്. എന്താ പറയുക, എല്ലാ തരത്തിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യങ്ങളനുസരിച്ചിട്ട് നമുക്ക് നിങ്ങൾ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഒരു ജസ്റ്റിസ് കീപ്പ് ചെയ്യുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കണത്. ഐ ആം സാറ്റിസ്ഫൈഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് സർവീസസ്.